മഹാമായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം മറ്റൊരു പൊങ്കാല മഹോത്സവം സമാഗതമായിരിക്കുന്ന ഈ വേളയിൽ അനന്തപുരിയിലെ ആനന്ദാമൃതവർഷിണിയുടെ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങൾ ഭക്തലക്ഷങ്ങൾക്ക് സദാ ലഭ്യമാകട്ടെ എന്ന് ആചാര്യമുഖമായി ആ തൃപ്പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ഏവർക്കും സുപരിചിതമാണ്. അതിൻ്റെ ഭാഷ, അത് എപ്രകാരത്തിലാണ് വേണ്ടത്, ഇതെല്ലാം ആരോടും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഇന്നേക്ക് പ്രാസാദശുദ്ധി ബിംബശുദ്ധി ക്രിയകൾ പൂർത്തിയാക്കി, അതായത് താന്ത്രിക ക്രിയാപദ്ധതികൾ ഒരു ഉത്സവത്തിന് സമാരംഭം കുറിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ടുന്ന ആ താന്ത്രിക ക്രിയാപദ്ധതികളാണ് പ്രാസാദ ബിംബശുദ്ധി ക്രിയകൾ എന്ന് പറയുന്നത്. അതായത് ആ ദേവതയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ ആ ശരീരത്തിൻ്റെ ശുദ്ധിക്രിയകളാണ്, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ളത് എന്ന അർത്ഥം. അപ്പം അവ ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നാളെ ആ സുമുഹൂർത്തത്തിൽ കാലത്ത് 8 മണിക്ക് ഉള്ള ആ സുമുഹൂർത്തത്തിൽ ഭഗവതിയെ കാപ്പുകെട്ടി കൂടിയിരുത്തുന്നതോടുകൂടി വിശ്വവിഖ്യാതമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. സമാന്തരമായി തിരുമുമ്പിലുള്ള ആ പച്ചപ്പന്തലിൽ ആ ചിലപ്പതികാരത്തിലെ ആ പാട്ടുകളും ഓരോ ദിവസങ്ങളായി ഇങ്ങനെ ആലാപനം ചെയ്യുന്നു. തുടർന്ന് 19-ാം തീയതി ആണ് കുത്തിയോട്ടം. ഭഗവതിയുടെ സൈന്യമാരായിട്ടുള്ള അഥവാ ഭഗവതിക്ക് അകമ്പടി സേവിക്കാനുള്ള വാരിയേഴ്സായിട്ടുള്ള ആ കുട്ടികൾ അവരുടെ വ്രതം തുടങ്ങുന്നത് ഈ കുത്തിയോട്ടം സമാരംഭത്തോടു കൂടിയാണ്. ആ ചിട്ടയായുള്ള രാവിലെയും വൈകുന്നേരവുമുള്ള നമസ്കാരാദികൾ 3 നേരങ്ങളിലുള്ളത് അവർക്ക് ആ വിധിപ്രകാരം ശാസ്ത്രാനുസാരിയായി നിഷ്കർഷിച്ചിട്ടുള്ള ആ ആഹാര ക്രമീകരണങ്ങൾ അതെല്ലാം എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ആ ചിട്ടയ്ക്ക് തന്നെ പോകുവാനുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പൂരം നാളിലെ ആ ചൂരൽകുത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. ആ അന്ന് കാലത്താണ് നേരത്തെ നാം സൂചിപ്പിച്ച നമുക്കേവർക്കും അറിയാവുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ആ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുക. ആ ദിവ്യമുഹൂർത്തം 25-ാം തീയതി കാലത്ത് 10:30 തുടർന്ന് 2 മണിക്ക് ശേഷം ഭഗവതിക്ക് ബഹുവിധ നിവേദ്യാദികളോടുകൂടിയുള്ള ഔച്ചപൂജ ഭഗവതി സ്വീകരിക്കുന്നു. തത്സമയം തന്നെയാണ് ലക്ഷോപലക്ഷം സ്വയം ഭക്തകളായി, സ്വയം അമ്മമാരായി മാറിയ, സ്വയം ഭഗവതിമാരായി മാറിയിരിക്കുന്ന ആ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് ഭഗവതി സ്വയം എഴുന്നള്ളി അവരുടെ തൃക്കൈകളാൽ, അപ്പോൾ അവർ ഭഗവതിമാരാണ്, ആ തൃക്കൈകളാൽ ഉണ്ടാക്കിയ ആ ദിവ്യമായ ആ അമൃതാകുന്ന ആ പൊങ്കാലയുടെ ആ നിവേദ്യം ഭഗവതി നേരിട്ട് സ്വീകരിക്കുന്ന ആ അത്യുദാത്തമായ ആ ചരിത്ര സങ്കല്പത്തിൽ അഥവാ ഹൃദയസ്പർശിയായ ഇതിനകത്ത് ഓരോ ഭാഗവാക്കുകളാകുന്ന ഓരോരുത്തർക്കും എങ്ങനെയെന്ന് വർണ്ണിക്കുവാനാവാത്ത അത്രയേറെ അത്ഭുത ആദരങ്ങളോടുകൂടുന്ന ആ മുഹൂർത്തമാണത്. തൻ്റെ കൈകളാൽ ഉണ്ടാക്കിയത് ഭഗവതി സ്വയം നേരിട്ട് വന്നത് സ്വീകരിക്കുകയാണ്. തുടർന്നാണ് ഭഗവതിയുടെ നിവേദ്യ പൂർത്തീകരണം. ഈ സമയത്ത് പൊങ്കാല നിവേദ്യവും നടക്കുന്നു. ആ അഗ്നി പകരുന്ന ആ അഗ്നിയിലൂടെയാണ്, ആ അഗ്നി എന്ന് പറയുന്ന ആ ഊർജമാണ് ഈ പൊങ്കാലയിലേക്ക് വരുന്ന ഓരോ ഭക്തരെയും തങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ള ആ പൊങ്കാല ഇടുന്നതിനുള്ള ആ കാലം വരേക്കും അവരെ മുന്നോട്ട് നടത്തുന്ന ആ ഊർജമായിട്ട് മാറുന്നത്. ആ അഗ്നിയാണ് അവർക്ക് വെളിച്ചമാകുന്നത്. ഇത്രയേറെ വൈശേഷികത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാസംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ ഓരോ വർഷവും അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഭഗവതിയുടെ കൃപ, ആ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോ വർഷവും അത്
10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ഇത്തവണ എത്രയാണോ അതിൽ ഏറെയാവും അടുത്ത തവണ. അതെന്ത് എന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് ലഭ്യമാകുന്ന ആ അനുഭവ സാക്ഷ്യങ്ങളാണ്, നേർസാക്ഷ്യങ്ങളാണ് ഇതിനൊക്കെ പൂരണമായി നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവതിയുടെ അനുഗ്രഹം സർവചരാചരങ്ങൾക്കും സദാ ലഭ്യമാകണമേ എന്ന ഒരേ ഒരു പ്രാർത്ഥന മാത്രം, ആ പ്രാർത്ഥനയോടെ ആ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.